മറവി രോഗം ബാധിച്ച ഒരാൾ തൻ്റെ സുഹൃത്തിനെ കാണാൻ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മമിത്രത്തെ കണ്ട മാത്രമേ ആ സുഹൃത്ത് അടുക്കളയിൽ പോയി ചായ എടുത്തിട്ട് വന്നു. ചായ കുടിച്ച ശേഷം അവർ സംസാരം തുടർന്നു. കുറേ സമയം സംസാരിച്ചപ്പോൾ വന്ന സുഹൃത്ത് ചോദിച്ചു, നമ്മൾ എത്ര സമയമായി സംസാരിക്കുന്നു, നീ ഒരു ചായ പോലും തന്നില്ലല്ലോ. അപ്പോൾ വീട്ടുകാരനായ സുഹൃത്ത്, അയ്യോ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് കിച്ചണിൽ പോയി വീണ്ടും ചായ എടുത്തിട്ട് വന്നു. ആ ചായ കുടിച്ച് അവർ വീണ്ടും സംസാരം തുടർന്നു. കുറേ സമയം സംസാരിച്ചപ്പോൾ വന്ന സുഹൃത്ത്, എന്താണ് ഇവിടെ കുറേ ഗ്ലാസുകൾ? അപ്പോൾ വീട്ടുകാരനായ സുഹൃത്ത്, അത് ഇന്നലെ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർ ചായ കുടിച്ച് വെച്ച ഗ്ലാസുകളാണ്. അയ്യോ, ഈ ഗ്ലാസ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ നിനക്ക് ചായ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടുകാരനായ സുഹൃത്ത് വീണ്ടും അടുക്കളയിൽ പോയി ചായ എടുത്തിട്ട് വന്നു. ആ ചായ കുടിച്ച് അവർ വീണ്ടും സംസാരം തുടർന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ വന്ന സുഹൃത്ത് കുഴഞ്ഞു വീണു. അദ്ദേഹം ഒരു ഷുഗർ രോഗിയായിരുന്നു. വീട്ടുകാരനായ സുഹൃത്ത് ഒച്ച വെച്ചു. പരിസരത്തു നിന്നും ആളുകൾ ഓടിക്കൂടി. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കഥകളെല്ലാം അറിഞ്ഞ ഡോക്ടർ പറഞ്ഞു, ഓർമ്മയുള്ള ഒരാളെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പ്രിയരെ, ഓരോ മനുഷ്യർക്കും ഓരോ കുറവുകളുണ്ട്. അത് നികത്താനുള്ള ആളുകളെയും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. കണ്ണ് കാണാൻ കഴിയാത്തവനെ സഹായിക്കാൻ കാഴ്ചയുള്ളവന് കഴിയും. നടക്കാൻ കഴിയാത്തവനെ സഹായിക്കാൻ നടക്കാൻ കഴിയുന്നവന് സാധിക്കും. ഈ നിമിഷം സങ്കടപ്പെട്ടിരിക്കുന്നവനെ സഹായിക്കാൻ സാന്ത്വനത്തിൻ്റെ വാക്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുറവുകളെ അറിഞ്ഞ് നിങ്ങളുടെ കുറവുകളെ നികത്തിയെടുക്കാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. താങ്ക് യു.